ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, WCPOയുടെ ഒക്കെ ഡേറ്റ് വന്നതാണ്. ഡേറ്റ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. ഡേറ്റ് ഈ വരുന്ന ജൂൺ 20-നാണ്. ഇപ്പം തന്നെ ഏപ്രിൽ 26 നാളെ ഏപ്രിൽ 27 ആകും. അപ്പോൾ ഇനി 50 ദിവസം കഷ്ടേ ഉള്ളൂ. അപ്പം ആ ദിവസങ്ങൾ കൊണ്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിലും പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ആണെങ്കിലും ഈ ആ ഒരു ദിവസം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. WCPO മാത്രമല്ല, മറ്റേ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിന്റെ ഡേറ്റ് കൺഫർമേഷനും വന്നല്ലേ. അതിന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. അത് ജൂലൈ 8-നാണ് അതിന്റെ എക്സാം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് പഠിക്കുവാണെങ്കിൽ അതിനും ഇപ്പൊ ഇതിലേക്ക് തീർന്നില്ലെങ്കിൽ അതിന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ, പക്ഷെ ഇതിന് മാക്സിമം തീർക്കുക, അതിന്റെ ലിസ്റ്റിൽ കയറുക എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് GK പോർഷൻസിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ഞാൻ ഈ പറയുന്ന പോർഷൻസും മൊത്തം കവർ ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യുക. അതിനുള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നത്. നിങ്ങളൊന്ന് ഈ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് GKയിൽ ഒരു നല്ല ഒരു ശതമാനം മാർക്ക് മേടിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തിരിച്ചാണ് എടുക്കുന്നത്. ഫിസിക്സിൽ നിന്ന്, കെമിസ്ട്രിയിൽ നിന്ന്, ബയോളജിയിൽ നിന്ന്, ഭരണഘടന, അങ്ങനെ ഓരോ പോർഷനിൽ നിന്നും തിരിച്ച് ഞാൻ ഒരു ഇത്ര പോർഷൻസ് എടുത്തിട്ടുണ്ട്. ആ പോർഷൻസ് മാത്രം നവോത്ഥാനത്തിൽ നിന്ന് അങ്ങനെ ഓരോന്നും തിരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 60 ടോപ്പിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. മൊത്തം കൂടി ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഓരോ ടോപ്പിക്സിൽ നിന്നും വളരെ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്സ് നല്ലൊരു മാർക്കും GKന്നും കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഇതായിട്ട് നോക്കണം. സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ സെപ്പറേറ്റ് നോക്കണം. അപ്പം GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിനുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പോർഷൻസ് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പോർഷൻസ് അത്യാവശ്യം ഒന്ന് കവറായി കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. ഇനി ഓൾറെഡി അത്യാവശ്യം പഠിച്ച ആൾക്കാരാണ്, അത്യാവശ്യം ഞങ്ങൾ ക്രാക്ക് ചെയ്തു എന്നുള്ള ആൾക്കാര്, നിങ്ങൾ പഠിച്ചതിൽ ഈ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. എന്നിട്ട് അത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ആദ്യം കവർ ചെയ്ത് നോക്കണം. അപ്പം ആദ്യം നമുക്ക് ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരിൽ ഈ 6 പേരെ ആദ്യം പഠിക്കണം. ഇന്ത്യൻ നവോത്ഥാന നായകന്മാര്: ഒന്നാമത്തെ രാജാറാം മോഹൻ റോയ്, രണ്ടാമത്തെ ദയാനന്ദ സരസ്വതി, മൂന്നാമത്തെ വിവേകാനന്ദൻ, നാലാമത്തെ ആനി ബെസന്റ്, അഞ്ചാമത്തെ പണ്ഡിത രമാബായി, ആറാമത്തെ ജ്യോതിബ ഫുലെ. ഇത്രയും പേരെ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഒന്ന് നോക്കാം. ബാക്കിയുള്ളവരെ നോക്കുന്ന എന്നല്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ GK നിങ്ങൾക്ക് ഈ പോർഷൻസ് സഹായിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കേരളത്തിലെ നവോത്ഥാന നായകന്മാര്: ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി. ഈ 5 പേരെ നിങ്ങളൊന്ന് പഠിക്കൂ. എപ്പോഴും അതിപ്പം CPO അങ്ങനെയല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ PSC ക്വസ്റ്റ്യൻസിനും തിരിച്ചും മറിച്ച് ഇവര് ചോദിക്കുന്നുണ്ട്. ഈ 5 നവോത്ഥാന നായകന്മാര് മെയിൻലി നമ്മുടെ SCRT-യിലുള്ളതാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള 5 അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 നവോത്ഥാന നായകന്മാരാണ്. ഇപ്പം നിങ്ങൾ WCPക്ക് വേണ്ടിയിട്ടോ അതേ CPIക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് PSC എക്സാമിന് വേണ്ടിയിട്ട് ഒരു PSC ആസ്പിരന്റ് ആണോ, റാങ്കിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ 5 എണ്ണം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടും. പിന്നെ അടുത്തത് സയൻസിലാണ്. സയൻസിൽ ഞാൻ വളരെ കുറച്ച് ടോപ്പിക്സ് എടുത്തിട്ടുള്ളൂ. ഈ ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ ടോപ്പിക്സ് തന്നെ കവർ ചെയ്ത ന്യായം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സയൻസ് പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ പഠിച്ചിട്ട്
നമുക്ക് പഠിക്കുമ്പോൾ അറിയാലോ, നമ്മൾ ഓരോരുത്തരും പഠിക്കുമ്പോൾ അറിയാലോ, നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്ത ഒരു PYQ എടുത്ത് ഒരു OMR ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഈ പഠിക്കുന്ന വിഷയങ്ങൾ ഞാൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആദ്യത്തേത് ബയോളജിയാണ്. ബയോളജിയില് വിറ്റാമിനുകളും ധാതുക്കളും രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു വലിയ പാർട്ടാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5 പോർഷൻസ് പഠിക്കുന്നതിനും കൂടുതലാണ് ഹ്യൂമൻ ബോഡി ഒരെണ്ണം മാത്രം പഠിക്കുന്നതിന്. അപ്പം ഹ്യൂമൻ ബോഡിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് രക്തം, ഹൃദയം, തലച്ചോറ്, ദഹന വ്യവസ്ഥ, കണ്ണുകൾ, ഗ്രന്ഥികൾ. ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇതൊക്കെ കിട്ടും. അടുത്തത് ഫിസിക്സിലും 3 എണ്ണവേ ഉള്ളൂ. ചലനവും ബഹിരാകാശ നേട്ടങ്ങളും, വിവിധ ബലങ്ങൾ, പ്രകാശം. ഈ 3 പോർഷൻസ് പഠിക്കുക. കെമിസ്ട്രിയിൽ 4 എണ്ണം. ആസിഡും ആൽക്കലിയും pH മൂല്യവും, ആറ്റത്തിന്റെ ഘടന, ലോഹങ്ങളും ലോകസങ്കരങ്ങളും, ആവർത്തന പട്ടിക. ഇത്രയും. പീരിയോഡിക് ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണും. ഓരോ മാർക്കിന്റെ ഒരു PSCയിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ 1 മാർക്ക് എന്നൊന്നും പറഞ്ഞിട്ടല്ല, 1 മാർക്കിലായിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറാതെ പോകുന്നത്. ഓരോ മാർക്കിനും എന്തിനൊരു 0.33 മാർക്കിനും ഉള്ള വില അറിയാവുന്നവരായിരിക്കും ഓരോ PSC സ്റ്റുഡൻസും അല്ലെങ്കിൽ ഒരു PSC ആസ്പിരന്റ്. നമുക്ക് റാങ്കിൽ കയറേണ്ടതാണ്, നമുക്ക് ജോലി മേടിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ 1 മാർക്കിന് വേണ്ടി ഈ ഒരു പോർഷൻ പഠിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ 8 ടോപ്പിക്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്ത് രാജ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും. ഇത്രയും മാത്രമാണ് ഞാൻ ഇതിൽ ഭരണഘടനാ ഭേദഗതിയൊക്കെ ഇപ്പൊ വന്നേക്കുന്ന ഭേദഗതികളൊക്കെ ഉണ്ട്, 106 ഭേദഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും നോട്ട് ചെയ്യുക. ഇത്രയും ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരൊറ്റ പോർഷൻസ് ഞാൻ പറയുന്നില്ല. ഇനിയുള്ള ഇത്ര ദിവസം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ജോലി വേണം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് താല്പര്യമുണ്ട്, പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ഇത്രയും ദിവസം കൊണ്ട് അതുപോലെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങളുടെ എഫേർട്ട് ഇടാതെ ചുമ്മാ പോയിട്ട് കാര്യമില്ല. പിന്നെ ഇതിലേക്ക് ഈ പഠിക്കുന്ന പോർഷൻസ് അത് തറവായിരിക്കണം കേട്ടോ. അല്ലാതെ ചുമ്മാ ആർക്കാണ്ടാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പോർഷൻസ് തീർക്കാനോ വേണ്ടിയിട്ടല്ല. നിങ്ങൾ പഠിക്കുന്നത് നാളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതിന് OMR ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മൈനസ് പോകാതെ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം. ഉറപ്പായും അതിന് സഹായിക്കും നിങ്ങൾക്കിത്. ഈ പോർഷൻ അതുപോലെ പഠിക്കുക, റിവൈസ് ചെയ്യുക. പഠിച്ച് മാത്രമല്ല, നിങ്ങൾ ഇന്നിപ്പോൾ പഠിക്കുന്ന പോർഷൻ നാളെയും ഒക്കെ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് അത് തറവാകത്തുള്ളൂ. കേരള ഭരണ സംവിധാനങ്ങളാണ് അടുത്തത്. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, വിവിധ കമ്മീഷനുകൾ, സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ, ഭൂപരിഷ്കരണം, ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഈ 5 പോർഷനെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ഞാൻ എടുത്തുള്ളൂ. അത് മാക്സിമം മൊത്തം കവർ ചെയ്യാൻ നോക്കുക. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം. തിരുവിതാംകൂർ ചരിത്രം. 1857 നടന്നിട്ടുള്ള അത് എന്നുവെച്ചാൽ കലാപങ്ങൾ, അതിനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ട് നടന്നു, അങ്ങനെയുള്ള മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 1857 അറിയാലോ, അത് പഠിക്കുക. അന്താരാഷ്ട്ര സംഘടനകൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. ഇത്രയാണ് അതിൽ പറയുന്നത്. ഇത്രയും മാത്രം ആദ്യം പഠിക്കുക. ഞാൻ ഇതിനകത്ത് സ്റ്റെപ്പ് ഇട്ടേക്കുന്നത്, നമ്പർ ഇട്ടേക്കുന്നത് തെറ്റാ, നിങ്ങൾ നോക്കണ്ട. മൊത്തം 6 എണ്ണം ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എക്കണോമിക്സിലും 5 പോർഷൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളും നീതി ആയോഗും ഹരിത വിപ്ലവവും ധനകാര്യ സ്ഥാപനങ്ങളും നവ സാമ്പത്തിക പരിഷ്കാരം, അങ്ങനെ 5 ആണ് ഇട്ടേക്കുന്നത്.
അതിൽ നീതി ആയോഗും പഞ്ചായത്ത് നീതി ആയോഗൊക്കെ മെയിൻലി എന്ന ആസ്ഥാനം എവിടെയാ, ഇയർ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുക. ജോഗ്രഫിയിൽ 7 വിഷയങ്ങളേ ഉള്ളൂ. 1 ഭൂമിയുടെ ഘടന, 2 നദികൾ, കേരളത്തിലെയും ഇന്ത്യയിലെയും രണ്ടിലെയും നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷ ഘടന, അന്തരീക്ഷ മർദ്ദവും കാറ്റും, ഗതാഗത സംവിധാനങ്ങൾ, ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാർഷിക മേഖല. ഇത്രയാണ് ജോഗ്രഫിയിൽ. ഇപ്പം ഞാൻ വളരെ വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ കണക്കൂട്ടിയത് 240 ഓളം സബ്ജക്ട്സ് ഉണ്ട്. അതിൻ്റെ GK പോർഷൻസ് പഠിക്കാനുണ്ട്. അതിൽ 180 അല്ല, മൊത്തം എല്ലാ ടോപ്പിക്സ് എല്ലാം കൂടി നമുക്ക് 240 പഠിക്കാനുണ്ട്. GK തന്നെ 180 ഉണ്ട്. ഇത് 55 ആ ഒരു ലെവലിലേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ ബാക്ക് ചെയ്തോളുക. ഒരു വിഷയവും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് BSc കിട്ടില്ല. അല്ലാതെ പണ്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ ലക്കും സംഭവമൊന്നുമില്ല, നമ്മുടെ എഫേർട്ട്, അതാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. അടുത്തത് കല, കായികം, സാഹിത്യം, സംസ്കാരം. ഇവിടെ നിന്ന് മെയിനായിട്ട് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത്. കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഒളിമ്പിക്സ്, എഴുത്തുകാര്, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, പ്രധാന ട്രോഫികൾ, അവാർഡുകൾ, ദിനാചരണങ്ങൾ, വിവിധ സൂചികകൾ, അന്താരാഷ്ട്ര സംഘടനകൾ. കറണ്ട് അഫയേഴ്സ് അല്ലാതെ എന്തൊക്കെ അന്താരാഷ്ട്ര സംഘടന എന്നറിയാവോ? യുനെസ്കോ, യൂണിസെഫ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO, അതൊക്കെയാണ്. അത് അത്രയും കൂടുതൽ എക്സ്ട്രാ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ അന്താരാഷ്ട്ര സംഘടനകൾ പഠിക്കുക, എന്ന് നിലവിൽ വന്നു, എന്താ ആസ്ഥാനം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുക. ബാക്കി എല്ലാം കറണ്ട് അഫയേഴ്സ് നോക്കുക. കലാകായികം ഒക്കെ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് നോക്കുന്നത് നല്ലത്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ പുനർനാമകരണങ്ങൾ, എന്തിൻ്റെയൊക്കെ പേരുകൾ മാറ്റി പുതിയ പേരുകൾ ഇട്ടേക്കുന്ന നവകേരള മിഷൻ, നോവൽ സമ്മാനം. ഇത്രയാണ് ടോട്ടൽ നമുക്ക് CPOയ്ക്കും WCPOയ്ക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. ഇത് കവർ ചെയ്തിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ, ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.